ശബരിമലയിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഒരു ജനകീയ മുഖനായ ഈ ജയകുമാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യം എന്തായിരിക്കും? കെ ജയകുമാർ മുൻ ചീഫ് സെക്രട്ടറിയാണ് കേരളത്തിൻ്റെ. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ IMGയുടെ ഡയറക്ടർ സ്ഥാനം വഹിക്കുന്നുണ്ട്. മുമ്പ് ശബരിമല ഹൈപ്പവർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, കോടതി നിയോഗിച്ച. അതുപോലെ തന്നെ ശബരിമലയുടെ വികസന മാസ്റ്റർ പ്ലാനിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നിരന്തരമായി അതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ കെ ജയകുമാർ എന്ന വ്യക്തിയെ സംബന്ധിച്ചിട്ട് ശബരിമലയെക്കുറിച്ച് നല്ല ധാരണയുള്ളൊരു മനുഷ്യൻ. പക്ഷേ ഇപ്പോഴും ഒരു അവ്യക്തതയുള്ളത്, അദ്ദേഹത്തെ ഫൈനലൈസ് ചെയ്തില്ലെങ്കിൽ അറിയില്ല. എന്താണ് ഈ അദ്ദേഹത്തിന് മുൻതൂക്കമുണ്ട് എന്നാണ് കേൾക്കുന്നത്. സ്വാഭാവികമായിട്ടും ജയകുമാറിന് വരാൻ സാധ്യത, കാരണം നിലവിലുള്ള ഒരു ആക്ഷേപത്തിൽ നിന്നും, അതായത് ചീഞ്ഞു നാറി നിൽക്കുന്നു, അപ്പോൾ ഒരു മികച്ച മുഖത്തെ ഇറക്കി ആണ് വീണ്ടും ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ വീണ്ടും വിവാദങ്ങളിലേക്ക് പോകണ്ട എന്നൊരു പക്ഷേ CPM തീരുമാനിച്ചു എങ്കിൽ കെ ജയകുമാറിന് നറുക്കുവീഴാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ട് വരും. പക്ഷെ അപ്പോഴൊരു ചോദ്യം ബാക്കി നിൽക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഈ പുറത്തു വന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ള, കട്ടള അടിച്ചുകൊണ്ട് പോയത്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ തടയാൻ കെ ജയകുമാറിന് എത്രത്തോളം കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ഈ സംഭവം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ചാനലിന് ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു, കെ ജയകുമാർ. അദ്ദേഹം ഇതിനെ വെള്ളപൂശിയാണ് സംസാരിച്ചത്. അവങ്ങനെ ഉള്ള നടന്നിട്ടില്ല, അതൊക്കെ ഈ പറഞ്ഞതിൽ എന്താണ് വെറുതെ ഒരു സംശയമാണ്, കോടതി കാര്യങ്ങളൊക്കെ തെളിയും എന്ന് അദ്ദേഹം ഈ അടുത്ത കാലത്ത്, എനിക്ക് ഒരു 2-3 ആഴ്ച ആവത്തുള്ളൂ ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം, ഇന്ത്യൻ എക്സ്പ്രസ്സിനാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് എങ്കിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുക്കാൻ, പക്ഷെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഞാൻ ഇദ്ദേഹത്തിൻ്റെ സെലക്ഷൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് കെ ജയകുമാറിന് നറുക്ക് വീണു എന്നുള്ളതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ഈ ദുർനടപടികളെ കെ ജയകുമാറിനെ പോലുള്ള നല്ല വ്യക്തികളെ കൊണ്ട് മറച്ചു പിടിക്കാൻ സർക്കാരിന് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. നമുക്ക് കെ ശിവശങ്കറിൻ്റെ കേസ് ഓർമ്മയുണ്ടല്ലോ. മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട് എല്ലാ അഴിമതികളും ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുകയും അവസാനം ഒരു മനുഷ്യനെ എന്താണ് ഈ ഇരയാക്കി മാറ്റുകയും ചെയ്തൊരു സംഭവങ്ങൾ കണ്ടതാണ്. ഇന്ന് ശിവശങ്കരൻ അവിടെ ഇല്ല. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നയം എന്ന് പറയുന്നത് IAS ഉദ്യോഗസ്ഥരെ മുൻനിർത്തി തരികിടകൾ നടത്തുക. അപ്പോൾ കുറ്റമല്ല ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ മേലെയാവും. അവരെത്ര സത്യസന്ധരായിരുന്നാലും ശരി, ആർക്കെങ്കിലും വേണ്ടി ഈ പറഞ്ഞ വൃത്തികെട്ട പണി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ ചിത്തപ്പേര് ഉണ്ടാവും. ആ ചിത്തപ്പേര് കെ ജയകുമാറിന് ഉണ്ടായിരിക്കട്ടെ എന്നാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് നമ്മുടെ ഭാഗത്തുള്ളൊരു ആശംസ എന്ന് പറയുന്നത്. ഇന്നലെ തന്നെ വന്നതാണ്, ഇനി ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട നേതാക്കളായിരിക്കുമെന്ന്. അപ്പോൾ ചേട്ടാ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരെ മുൻനിർത്തി പൂർണ്ണമായി തന്നെ പാർട്ടി ദേവസ്വം ബോർഡ് പിടിച്ചെടുക്കുന്നു. ഒരു സംശയം വേണ്ടല്ലോ ഇതിൽ. CPM ഏതെങ്കിലും ഒരു സംഘടനയെ അവരുടെ ഭരണത്തിന് കീഴിൽ അവർ ആരെയെങ്കിലും വെച്ച് നടത്തുന്നുവെങ്കിൽ അതിന് നിയന്ത്രിക്കുന്ന എല്ലാം പാർട്ടിയായിരിക്കും. ബാക്ക് ഡോറിലായിരിക്കും എൻ്റെ ചാടുവേലി മൊത്തം. ഈ മുന്നിൽ നിൽക്കുന്ന, പക്ഷേ ഈ സ്വർണ്ണക്കടത്ത് നടത്തിയപ്പോൾ, സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടായപ്പോൾ പാർട്ടിക്കൊന്നും അറിയില്ല എന്നാണല്ലോ പറയുന്നത്. ഇതെല്ലാം ദേവസ്വം ബോർഡാണ്, ഞങ്ങൾക്കറിയില്ല. അല്ല, ദേവസ്വം ബോർഡ് ആരാണ്? പത്മകുമാർ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് പത്മകുമാർ. ഇപ്പോൾ എന്താണ് പ്രതിയാവും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അതിനുശേഷം ഈ പത്മകുമാറിൻ്റെ കാലയളവിൽ ഇരുന്ന ആളാണ് വാസു, അന്ന് ദേവസ്വം കമ്മീഷൻ അദ്ദേഹം. അതിനുശേഷം അദ്ദേഹത്തിന് ദേവസ്വം പ്രസിഡന്റാക്കി. ഇവരെല്ലാം പാർട്ടിയുടെ വളരെ വേണ്ടപ്പെട്ട ആളുകളാണ്, ഇല്ലെങ്കിൽ പാർട്ടിയുടെ വലിയ നേതാക്കളുടെ നോമിനികളാണ്. സ്വാഭാവികമായിട്ട് ഇവർ ആ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി ആയിരിക്കില്ലല്ലോ. ആ സ്ഥാനം ആരാണ് തന്നത്, ആ സ്ഥാനത്ത് ആളിനോട് എപ്പോഴും ഒരു ഒരു നന്ദി ഉണ്ടാവും. പുള്ളി പറയുന്ന പോലെ ചെയ്യും, നിനക്ക് എന്ത് വന്നാലും ഞാൻ രക്ഷിച്ചോളാം എന്നൊരു ഉറപ്പോടെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ചെയ്തു പോകും. ഇതാണിപ്പോൾ പത്മകുമാറിൻ്റെ കാര്യത്തിലും വാസുവിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അവ്യക്തമായി നിൽക്കുന്നത് യഥാർത്ഥ പ്രതികൾ, ഇതിനെ ചരട് വലിച്ചവർ, ഇതിൽ ഗൂഢാലോചന നടത്തിയവർ ആര് എന്നുള്ളതിന് ഇപ്പോഴും വെളിയിൽ വന്നിട്ടില്ല. അത് വരുമ്പോഴാണ് നേരത്തെ ശ്രദ്ധിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടുക. കാരണം പാർട്ടിയിലായിരിക്കും സംശയം നീളുന്നത്. ഇപ്പോഴും കെ ജയകുമാർ വന്നാൽ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ല, പക്ഷെ പാർട്ടി അംഗീകരിക്കുന്നില്ല ഇപ്പോൾ. അല്ലല്ല, പാർട്ടി അംഗീകരിക്കില്ല. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി നിയമസഭയിൽ തുള്ളിക്കളിച്ച് നടന്നല്ലോ. വീഡിയോ എല്ലാവരും നാട്ടുകാരൊന്നും കണ്ടാണ്. പക്ഷെ അവരുടെ അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നല്ലേ അവർ പറയുന്നത്. ഏതെങ്കിലും സംഭവം CPM ജീവിതത്തിൽ ഇവർ അംഗീകരിച്ചിട്ടുള്ളൂ? അവരൊന്നും അംഗീകരിക്കില്ല. അവരെന്തെങ്കിലുമൊക്കെ ഈ തുടർ ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇപ്പോൾ കെ ജയകുമാറിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേര് സജീവമായി പരിഗണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, പുള്ളി ഒരു ക്ലീൻ ഇമേജ് ഉണ്ട്, കവിയാണ്,
പിന്നെ ദീർഘകാലം പിന്നെ കേരള സർവീസിലുണ്ടായിരുന്ന ആളാണ്, എഴുത്തുകാരനാണ്, ചീഫ് സെക്രട്ടറി ആയിരുന്നു. ശബരിമലയിൽ ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളിലും പുള്ളി നിരന്തരം ഇടപെട്ടുള്ള ആളാണ്. ദേവസ്വത്തിൻ്റെ ചീഫ് കമ്മീഷണറായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് ഒരു ക്ലീൻ ഇമേജോട് കൂടി, മാത്രമല്ല പൊതു രംഗത്ത് അദ്ദേഹത്തിന് അതിൻ്റെ പേരുണ്ട്, കെ ജോമാനെ സംബന്ധിച്ച്. ഇതുവരെ അദ്ദേഹത്തിൻ്റെ പേരിൽ അഴിമതി എവിടെയും വന്നിട്ടില്ല. നയ പൈസ അഴിമതി കാണിച്ചായിട്ട് എവിടെയും ആരോപണം വന്നിട്ടില്ല. പക്ഷേ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലുള്ള കീ സ്ഥാനത്ത് വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പദവി കൊടുത്ത ആളിനോട് അദ്ദേഹത്തിന് നന്ദി പ്രകടിപ്പിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഇതുപോലെ ഇനിയും ഇതുണ്ടാവും എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് അദ്ദേഹം തട്ടി നടന്നാണ് പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് കാതലായ ഒരു ചോദ്യം. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണ് ഗുരുവായൂരും ശബരിമലയും. ആ ശബരിമലയിൽ നിന്നും കോടാനുകോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടും എന്തുകൊണ്ട് ദേവസ്വം ബോർഡിനെ പിരിച്ചുവിട്ട് ഈ ഹൈന്ദവരിലേക്ക് ഈ ക്ഷേത്രങ്ങൾ ഏൽപ്പിക്കണമെന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും അതോടൊപ്പം തന്നെ നീക്കങ്ങളോ ഒന്നും നടക്കുന്നില്ല ഈ സമൂഹത്തിൽ? അല്ല, അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിട്ട്, പ്രത്യേകിച്ചും മലയാളികളിലെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിട്ട്, അവർ ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൽ മാത്രം പൂർണ്ണമായി അർപ്പിച്ചുള്ളൊരു വിശ്വാസമാണ്. അത് അവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബഹളം ഉണ്ടാക്കാനോ ഒരിക്കലും തുനിയത്തില്ല. പോകുന്നു, അവരുടെ പ്രാർത്ഥിക്കുന്നു, എന്താ വഴിപാടൊക്കെ നടത്തുന്നു, പോകുന്നു എന്നുള്ളതാണ്. അവനവൻ അധ്വാനിക്കുന്ന പൈസ കൊണ്ട് ശേഖരിച്ചിട്ടാണ് ഈ ശബരിമലയിലും ഗുരുവായൂരും ഒക്കെ പോകുന്നത്. അപ്പോൾ അവനെ സംബന്ധിച്ചിട്ട് അവന് പൂർണ്ണമായൊരു സമർപ്പണ മനോഭാവത്തോടെ പോയി അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ചു വരുന്നു. എന്നാൽ അവിടെ ഉള്ളവരെ എതിർത്താൽ ഇനി ദൈവത്തിന് അതാണ് നമ്മുടെ പേടി. ക്ഷേത്രത്തിൽ പോയി നമ്മളെന്തെങ്കിലുമൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ, അതുകൊണ്ടാണ് ഗുരുവായൂരിലും ശബരിമലയിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടു ഭക്തന്മാരൊക്കെ ഇങ്ങനെ ഭയങ്കര അതിക്രൂരമായ തള്ളിയൊക്കെ മാറ്റുന്നത്. അതവൻ സഹിക്കും. കാരണം അപ്പോഴും അവൻ വിശ്വസിക്കുന്നത് ഇത് ഞാൻ എന്തോ തെറ്റിയതുകൊണ്ട് അയ്യപ്പന്ന് ശിക്ഷയാണെന്ന് അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്ന് ശിക്ഷയാണെന്ന് വിശ്വസിക്കും. ഈ ചിന്തയാണ് ഇവരെ മുതലെടുക്കുന്നത്. ഇത് രാഷ്ട്രീയക്കാരുടെ ഒരു തന്ത്രമാണ്. പിന്നെ ഇനിയില്ലെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു പൊതു ജനപ്രക്ഷോഭം ഈ ഭാഗത്തുനിന്ന് ഉണ്ടായി വരണം. ഉണ്ടായാൽ പോലും നിയമം അനുസരിച്ചിട്ട് ഈ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ മാനുവൽ അനുസരിച്ചിട്ടും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഹിന്ദുക്കളിലേക്ക് ഈ ഭരണം വരിക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. ഇതിൽ ചെയ്യാൻ കഴിഞ്ഞതെന്ന് പറയുന്നത് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ടല്ലോ ഈ പ്രശ്നങ്ങൾ കൊണ്ടുവന്നത്. അല്ല, അതാണ്. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാലും ദേവസ്വം ബോർഡ് സർക്കാരിന് കീഴിൽ തന്നെ ആയിരിക്കും. അല്ല, അതിന് പുതിയ ലെജിസ്ലേഷൻ വേണ്ടി വരും. പുതിയ ലെജിസ്ലേഷൻ കൊണ്ടുവന്നാൽ മാത്രമേ ദേവസ്വം ബോർഡുകളിൽ നിന്നും ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാൻ കഴിയും. എല്ലാവരും പ്രക്ഷോഭം നടത്തിയത് കൊണ്ടോ ഞങ്ങളുടെ കയ്യിൽ തരണം എന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും ഒരിക്കലും ആവില്ല. നിയമപരമായിട്ടല്ല ഇതൊക്കെ ചെയ്യേണ്ടത്. നേരത്തെ ഉണ്ടാക്കി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 150-180 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയാണ് തിരുവിതാംകൂർ മാനുവൽ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ്. ആ മാനുവൽ പരിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനം സർക്കാർ എടുക്കണം. ഈ സർക്കാരുകൾ ഈ മാറി മാറുന്ന സർക്കാരുകൾ അവരുടെ താല്പര്യം എന്താ? അല്ല, ഈ 150 വർഷം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത് തന്നെ ഇപ്പോഴും ഈ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം തുടരുന്നു. അതെ, അതാണ് മൺട്രോ സാഹിബിന്റെ കാലത്താണല്ലോ ഇതെല്ലാം വരുന്നത്. മൺട്രോ സാഹിബാണല്ലോ ക്ഷേത്രങ്ങളെ ഏറ്റെടുത്തിട്ട് ഒരു ബോർഡിന്റെ കീഴിലാക്കുന്നത്. അല്ല, അപ്പോൾ ദേവസ്വം ബോർഡിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. ദേവസ്വം ബോർഡിന് സ്വാതന്ത്ര്യമുണ്ട്. ദേവസ്വം ബോർഡിന് അല്ല, അതാണ് ദേവസ്വം അന്ന് ഈ മൺട്രോ ഉണ്ടാക്കിയതാണല്ലോ, ബ്രിട്ടീഷ് നയമാണല്ലോ. ആണ് തീർച്ചയായിട്ടും. പിന്നീട് വന്ന രാജാക്കന്മാരെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്തു. ദേവസ്വം എന്ന് പറയുന്നത് അന്ന് ദേവസ്വവും റവന്യൂ ഒരുമിച്ചായിരുന്നു രാജാവിൻ്റെ കാലഘട്ടത്തിൽ. ദേവസ്വം റവന്യൂ വകുപ്പുകളായിരുന്നു. പിന്നീട് അതിനെ രണ്ടായിട്ട് മാറുന്നത്. അപ്പോൾ രാജഭരണ കാലത്ത് റവന്യൂവിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ദേവസ്വമായിരുന്നു. കാര്യം അവർക്ക് ക്ഷേത്രം കഴിഞ്ഞാൽ മറ്റെന്തോ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് അറിയാമല്ലോ, ചരിത്രമൊക്കെ വായിക്കുന്നവർക്ക് അറിയാം. ക്ഷേത്രത്തിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മറ്റെന്തോ ഒരു പരിഗണിക്കാറുള്ളൂ. പിന്നീട് ഈ രണ്ടിനെ 2 വിഭാഗമായിട്ട് മാറ്റി. റവന്യൂവിനെയും പിന്നെ ദേവസ്വത്തിനെ 2 പ്രത്യേക വകുപ്പുകളാക്കി നമ്മുടെ ജനകീയ സർക്കാർ വന്നപ്പോഴത്തേക്ക് മാറ്റുകയാണ് സംഭവിച്ചത്. പക്ഷെ അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലുള്ള വിഷയം, അതായത് സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഇതിലുണ്ടാവരുന്നുള്ള ആഗ്രഹത്തോടെ മാനുവൽ എഴുതി വെച്ചിട്ടുള്ളൂ. മാനുവലിൽ ദേവസ്വം ബോർഡിലെ അംഗങ്ങളും പ്രസിഡന്റുമാണ് അവസാന വാക്ക്. അവർ മന്ത്രി പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല. ദേവസ്വം മന്ത്രിയുടെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഈ മാനുവൽ അനുസരിച്ചിട്ട് ദേവസ്വം മന്ത്രി ആവശ്യമില്ല. മന്ത്രിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് നടത്തുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അപ്പം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളിനെ കൊണ്ടിരുത്തുമ്പം മേളിൽ നിന്ന് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റും. പാർട്ടിയുടെ പിന്നെ പ്രവർത്തനമല്ല അച്ചടക്കമുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ല, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, മന്ത്രിയല്ലേ തീരുമാനിക്കുന്നു സർക്കാർ. അതാണ് ഞാൻ പറഞ്ഞത്. നിയമപരമായവർക്ക് അതറിയില്ല, പക്ഷേ ബൈപ്പാസ് ചെയ്യുന്നു, നിയമത്തെ ബൈപ്പാസ് ചെയ്യുന്നു. ബൈപ്പാസ് ചെയ്യണം എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോട് വരണം. ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്തിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുമോ? CPM ആയാലും കോൺഗ്രസ് ആയാലും അങ്ങനെ ഇരുത്തില്ല. കാരണം അവരുടെ താല്പര്യങ്ങൾ അവിടെ നടക്കണം. കാര്യം ഇത് വലിയൊരു കറവ പശുവാണ്. ശബരിമല എന്ന് പറയുന്നത് വലിയൊരു കറവ പശുവാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതായത് നമ്മളവിടെ അടിക്കുന്ന തേങ്ങ മുതൽ കാണിക്ക വരെയുള്ളതിൽ അഴിമതി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. സർവത്ര അഴിമതിയാണ്. ചെറിയ ഈ ദിവസക്കൂലിക്കാരായിട്ട് പോകുന്ന മറ്റ് ദേവസ്വങ്ങളിൽ നിന്ന് ഡ്യൂട്ടിക്ക് പോകുന്നവരടക്കം
ഈ അഴിമതിയുടെ പിന്നെന്താണ് അപ്പോസ്തലന്മാരാണ്. അപ്പോൾ പിന്നെ മേലുള്ളവരെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും അത് ഈ ഉന്നതരിലേക്കും ഈ അഴിമതി പറന്നുകൊണ്ടേയിരിക്കും. ഇത് നീക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസങ്ങളിൽ വരണം. പക്ഷേ ആ കാര്യം അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. അപ്പോൾ ജയകുമാറിനെ പോലെ ഒരു വ്യക്തി വന്നിട്ടും വലിയ മാറ്റം ഒന്നും ചെയ്യാൻ കഴിയില്ല. ജയകുമാർ എന്ന് പറയുന്നത് എനിക്കൊന്ന് ഒരുപക്ഷെ കൂടുതൽ ഈ പത്മകുമാർ വാസുവൊക്കെ അതിന് കൂടുതൽ അനുസരണയുള്ള ഒരു IAS കാരനാണ്. വലിയൊരു കടപ്പാട് എപ്പോഴും അവർക്ക് ഈ ഭരണസമൂഹത്തോട് കാണും. ശിവശങ്കരൻ നമ്മുടെ വലിയ ഉദാഹരണം നിൽക്കുന്നുണ്ട്. നമ്മൾ ശിവശങ്കരനെ മാത്രം മാതൃകയാക്കിയാൽ മതി. ആ മാതൃകയിലാണ് ഇദ്ദേഹം പ്രവർത്തിക്കാൻ പോകുന്നത്. കാരണം കൂച്ചുബലം കിട്ടാൻ ഇത് അവിടെ കൊണ്ടിരുത്തുന്നത്, സ്വതന്ത്രമായിട്ട് ഇതിന് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ഈ പാർട്ടി താല്പര്യത്തിന്, സർക്കാർ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് മാറ്റും. തർക്കമൊന്നും വേണ്ടല്ലോ. അപ്പോൾ അത് ഇദ്ദേഹം നന്നായിട്ട് അറിയാം. നോക്കൂ, റിട്ടയർ ആയിട്ട് ഇത്രയും കാലത്ത് അദ്ദേഹത്തിന് ഓരോ പോസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. KJ സർവീസ് റിട്ടയർ ആയിട്ടില്ല. അദ്ദേഹം ചീഫ് സെക്രട്ടറിന് ശേഷം പല വകുപ്പുകളിൽ അദ്ദേഹത്തെ കൊണ്ട് ഇരുത്ത് കളിക്കുന്നത് സർക്കാർ. ചേട്ടൻ ഉന്നയിക്കുന്ന ഒരു പാർട്ടി അടിമയെന്നാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ അത് കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞെന്താ ഈ താല്പര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എപ്പോഴും ഈ പാർട്ടി ബോസിനോടായിരിക്കും എന്നുള്ളതാണ്. അത് തന്നെയായിരിക്കും പ്രസിഡന്റ് ആകുമ്പോഴും സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് മാറ്റമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.